ഹലോ, നിങ്ങൾ ഈ സ്പൂൺ പഴംപൊരി എന്ന് കേട്ടിട്ടുണ്ടോ? എന്നാൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റത്തിൻ്റെ പേര് സ്പൂൺ പഴംപൊരി എന്നാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ. പുറത്തുനിന്ന് പ്രത്യേകിച്ച് വലിയ ഐറ്റംസ് ഒന്നും വേണ്ട. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകൊടുക്കുന്ന എല്ലാ കൂട്ടുകാരും ആദ്യം തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും കേട്ടോ. അപ്പോൾ ഞാൻ പഴം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം മിക്സി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ അടിച്ചെടുക്കുന്നത്. ജസ്റ്റ് ഫോർക്ക് കൊണ്ട് അടിച്ചെടുക്കുന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം. ഞാനൊരു എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, ജസ്റ്റ് പഴം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ടേക്ക് ഈ ഒരു അളവിൽ ഒരു 3-4 അല്ലി ഏലക്ക പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു പിഞ്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. എല്ലാ മധുരങ്ങളൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഏത്തപ്പഴം നല്ല മധുരമായിരിക്കും, അതുകൊണ്ട് തന്നെ ഓവറായിട്ട് പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് 2 സ്പൂണിൽ പഞ്ചസാര മാത്രമാണ് കേട്ടോ ചേർത്തത്. അത് തന്നെ അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. 2 പൊടികളാണ് ചേർത്തിട്ടുള്ളത്. അരിപ്പൊടിയും അതുപോലെ തന്നെ മൈദപ്പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് മൈദപ്പൊടിയിൽ തന്നെ കുറച്ച് ഗോതമ്പ് പൊടി കൂടി ജസ്റ്റ് ഒന്ന് മിക്സാക്കി നോക്കിയതാണ് എങ്ങനെയായിരിക്കും ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. നമ്മൾ വെള്ളം ഇതിലോട്ടേക്ക് യൂസ് ചെയ്യുന്നില്ല, അതിന് പകരം പാലാണ് കേട്ടോ ഒഴിക്കുന്നത്. പാൽ ഒഴിച്ചിട്ടാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകൊടുക്കുന്ന കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് മസ്റ്റായിട്ട് ചെയ്തോളൂ കേട്ടോ. ഞാൻ ഒരുപാട് കുക്കിംഗ് വീഡിയോസും സ്നാക്സ് റെസിപ്പീസും അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരുപാട് റെസിപ്പീസ് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. മാത്രമല്ല, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെനിക്ക് വലിയൊരു സപ്പോർട്ട് കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഒരു 1.5 hour or 2 hour ഇതിൻ്റെ ഉള്ളിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഞാൻ ഒരു പാനിലോട്ടേക്ക് എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം ഇത് സ്പൂൺ ഉപയോഗിച്ചിട്ട് ഈ ഒരു നമ്മുടെ മാവ് അതിലോട്ടേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഭാഗം നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ഭാഗം കൂടെ മുരിച്ചെടുക്കാവുന്നതാണ്. ദെൻ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, നമുക്ക് കോരി വെക്കാം. ബാക്കിയുള്ള ഐറ്റംസ് കൂടെ ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നമുക്ക് പഴംപൊരിയാണോ ഇതാണോ ബെറ്റർ എന്ന് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്കെന്താണെങ്കിലും പഴംപൊരിനേക്കാൾ ഒരു സ്റ്റെപ്പ് മേലെ ഈ ഒരു ഐറ്റമാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. അതെന്താണെന്ന് നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവുന്നതായിരിക്കും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരു